തമ്പി, ആ കൗമാരപ്രായം വന്നിട്ടുണ്ടോ? അതിന് എവിടെ വരാനാ ടീച്ചറെ? ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ ടീച്ചർക്ക്. ടീച്ചർക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം. വസന്തം നിന്നോട് പിണങ്ങി. പിണങ്ങി പോലെ ടീച്ചറെ. വേറൊരു പുസ്തകം തരാം. മോഹങ്ങൾ നീന്തുന്ന പുഴ. എന്റെ മോഹങ്ങൾ മുരടിച്ചു പോയി. ഗുഡ് മോർണിംഗ് രാജകുമാരൻ തമ്പി. ഗുഡ് മോർണിംഗ്. പുസ്തകം എടുക്കാൻ വന്നാണോ അശ്വതി കുട്ടി കാണാൻ വന്നാണോ? അതെന്തൊരു ചോദ്യം തമ്പി. നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് മറന്നോ? കാശ് പിടിച്ചോ. ഞാനതങ്ങ് മറന്നുപോയി. രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുകയാണോ? ഞാൻ കോളേജ് മുഴുവൻ തിരക്കി. കാണാതായപ്പോ ഞാൻ വിചാരിച്ചു എന്ത് തൊടാൻ വയ്യാണ്ടിരിക്കുകയാണോ. തോന്നിയാസം പറയുന്നു. ഇലക്ഷന്റെ തിരക്കാണെന്നറിയാം, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്. കോളേജിലേക്ക് പാടാനുള്ള പാട്ട് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എഴുതുന്നില്ലല്ലോ. പാട്ടല്ലേ? ഞാൻ എഴുതിത്തരാം. ബെസ്റ്റ് റൊമാൻറ്റിക് മെലഡി. Oh roses that blossoms in the sky. നിർത്ത്. താൻ ഇവിടുത്തെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണ്ട, അറിയാനുള്ള വ്യഗ്രത മാത്രം മതി. That will do. ആശാൻ, ചെറുശ്ശേരി എഴുത്തച്ഛൻ, വള്ളത്തോൾ ചങ്ങമ്പുഴ, ഉള്ളൂർ ഭാസ്കരൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ മഹാകൃതികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു പാട്ട് എഴുതാനാണോ വിഷമം? 100 പാട്ട് എഴുതിത്തരാം. രാജകുമാരൻ തമ്പിയെന്നെ എഴുതി, രാജകുമാരൻ തമ്പിയെന്നെ ട്യൂൺ ചെയ്ത് തന്നെത്താൻ അങ്ങ് പാടിയാ മതി. സുമിത്രേ. എന്താ തമ്പി, ആസ്പത്രിയില് വല്ല സർക്കുലേഷൻ ലൈബ്രറിയും തുടങ്ങിയോ? ഹേയ് ഇല്ല, അശോകന് വായിക്കാനാ. MTയുടെ വേദനയുടെ പൂക്കൾ, കൂടാതെ മറ്റ് ഗ്രന്ഥകാരന്മാരുടെ നൊമ്പരം, നീറുന്ന ആത്മാവ്, ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ. എന്നും ഇങ്ങനെ പുസ്തകം കൊണ്ടുവരുമോ? സുമിത്ര ഇവിടെ എന്നും വരുമെങ്കിൽ ഞാൻ പുസ്തകമല്ല എന്തും കൊണ്ടുവരാം. വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞാന് ഈ പുസ്തകങ്ങൾ വന്നിട്ട് വല്ലതും വാങ്ങിക്കാൻ വന്നതാണ്. ഇപ്പോ ഈ കണ്ണികൾ ഇണങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. സമാപന റാലി ഗംഭീരമാക്കണം. ഓശി വർഗീസും കൂട്ടരും നമ്മുടെ ശക്തി കണ്ട് വിറയ്ക്കണം. സഖാവേ, റാലി പിരിയുമ്പോ രാത്രി 2 മണിയെങ്കിലും ആവില്ലേ? ചിലപ്പോ 2 അല്ല 4 ആകും. എന്താ കാര്യം? സഖാക്കൾക്ക് ഭക്ഷണോ മറ്റോ ഏർപ്പാട് ചെയ്യണ്ടേ? ഭക്ഷണം മനസ്സിലായി. എന്തായി മറ്റത്? അത് നിനക്ക് എപ്പോഴും ഈ തീറ്റയുടെയും കുടിയുടെയും കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തോ ആരാംസേ സാവധാൻ വീശം സാവധാൻ बाएं मुड़ तीन बाएं से तेज चल लेफ्ट राइट लेफ्ट लेफ्ट राइट लेफ्ट लेफ्ट राइट लेफ्ट पीछे मुड़ लेफ्ट राइट लेफ्ट लेफ्ट राइट लेफ्ट 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 राइट लेफ्ट पीछे मुड़ लेफ्ट 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 राइट लेफ्ट लेफ्ट राइट लेफ्ट पीछे One, left, right, left, left, right. അയ്യോ, എന്ത് സഖാവേ? Left, 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 right, left. എന്താ? എന്താ? ഞാൻ ചെലവായ കാശിന്റെ കണക്ക് സഖാവേ. മടക്ക പോക്കലിട്ട്. Left, left, right, left, 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 right, left, 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 right, left. Pide. One. Left, left, right, left. അയ്യോ, എന്റെ മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ MLA ആയതിന്റെ ജാടയാണല്ലേ? താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. MLA മാത്രമല്ല, ബാലേട്ടൻ മന്ത്രിയാവാൻ പോവാ.
ഞാൻ ഈ ലൈബ്രറി കിടന്ന് പുസ്തകങ്ങളുടെ മണം അടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരുവായി. അതിനെന്താ, ഞാൻ ബാലേട്ടനോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? ആ, അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ? ധൈര്യമായിട്ട് വീക്ഷിച്ചു. ഞാനല്ലേ പറയുന്നത്. വാക്ക് വാക്ക്. അശ്വതിക്കുട്ടി, അശോകൻ പറഞ്ഞ കേട്ടല്ലോ? എല്ലാം കേട്ടു. ഉപേക്ഷിച്ചു. അമ്മിണിക്കുട്ടി, മാധവക്കുട്ടി, ബായ്. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു. എടോ കൊച്ചന്തു, കൊച്ചന്തു, തനിക്ക് വിളിച്ചാ കേട്ടൂടെ? താൻ ആളൊക്കെ മാറിപ്പോയല്ലോ. തനിക്ക് സഖാവിനെ വിളിച്ചോറോ? ഓ, ബാല മന്ത്രിയാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും. എന്താ സഖാവ് ബാലട്ട മന്ത്രിയായ നമ്മുടെ നാട് രക്ഷപ്പെടില്ലേ? ഇവിടെ ഇനി തൊഴിലില്ലാത്ത ഒറ്റൊരുത്തിനുണ്ടാവില്ല. വെള്ളത്തിന് വെള്ളം, കരണ്ടിന് കരണ്ട്. അല്ല അത് പോട്ടെ, നാരായണൻ നായർ ഇപ്പൊ എന്നെ വിളിച്ചത് കൊച്ചന്തുവിനെ ഒന്ന് കാണാൻ. ഭരണമൊക്കെ കിട്ടിയതല്ലേ? പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല. തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ. കൊച്ചന്തു, നിനക്കറിയാലോ എനിക്ക് 4 പെൺകുട്ടികളാണുള്ളതെന്ന്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? പത്മാക്ഷി, കമലാക്ഷി, മീനാക്ഷി, പങ്കജാക്ഷി. മൂത്തവളെ ഞാൻ കഷ്ടപ്പെട്ട് BSc വരെ പഠിപ്പിച്ചു. അവളെ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്ക്. ബാലേഷനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. സഖാവ് ആ കസേരയിലൊന്ന് കേറി ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. പിന്നെ ഞാൻ ശരി. ചേട്ടാ, ചേട്ടാ SLCക്ക് കുട്ടികളെ പാസ്സായി കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാനെന്താ എഡ്യൂക്കേഷൻ ഓഫീസറോ? അല്ല ചേട്ടാ, ചേട്ടനിപ്പോ എഡ്യൂക്കേഷൻ ഓഫീസിൽ നല്ല പിടിയുണ്ടാവുമല്ലോ. ഉണ്ട്. എന്നുവെച്ചിപ്പോ എന്താ വേണ്ടേ? നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ? ഞങ്ങൾ SLC പരീക്ഷ എഴുതിയിരിക്കുക. ഞങ്ങളെയും ജയിപ്പിച്ചു തരണം. പക്ഷെ വളരെ സീക്രട്ട് ആയിരിക്കണം. പുറത്തറിഞ്ഞാൽ എനിക്ക് ഈ വഴിയിൽ നിന്നല്ല ഒരു വഴിയും നടക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരോടും പറയില്ല. എന്നാ പിന്നെ ആ നമ്പരും പേരും ഓഫീസിലുള്ളവർക്കൊക്കെ അവിടെ നിന്നാ മതി. ഇതാ നമ്പരുകൾ. ഇതിൽ നിന്നൊരു ചില്ലി കാശ് എനിക്ക് കിട്ടില്ല. മുഴുവനും ഓഫീസിലുള്ളവർക്കാ. ഞാൻ പോട്ടെ. നാളെ മന്ത്രി വരുന്ന ദിവസാ. വലിയ തിരക്കില. എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ബാലൻ സാർ എന്തിനാ ഈ തൊഴിൽ വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തത്? വേറെ എന്തെങ്കിലും എടുക്കാമായിരുന്നില്ലേ? വല്ല വനമോ വിദ്യാശക്തിയോ ഗുണമുള്ള വകുപ്പാ ഇതൊക്കെ. അസലായി. വനം വകുപ്പ് ഏറ്റെടുക്കാൻ ഇവിടെ വനം വല്ലതുണ്ടോ? എല്ലാം വെട്ടിവെളുപ്പിച്ചില്ലേ. പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്ക് എന്തിനാ ഇപ്പൊ മന്ത്രി? ഇപ്പൊ മന്ത്രി വേണ്ടേ? കറണ്ട് നിന്റെ അച്ഛൻ തരോടാ. വേണ്ടി കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരത്തിന് വില പറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം. തൊഴിലും കഴിഞ്ഞു വന്നാൽ ലേവിഷായി കുടിക്കണം. എന്താ കൊച്ചെന്തു പറയുന്നേ? ഒന്നുമില്ല, ഞാൻ ഈ വകുപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു. വകുപ്പുകളൊക്കെ പഠിപ്പിക്കുകയാണ്. പിന്നെ പഠിപ്പിച്ച് താൻ ഭരണവും നടത്താൻ നോക്കണ്ട. ഭരണം നടത്തേ? എനിക്ക് എന്തറിയാം സഖാവെ ഭരണത്തെ പറ്റി? പഠിക്കണേട്ടാ, വരൂ ഊണ് കഴിക്കാം. എല്ലാരും വരും. സഖാവെ നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വരുമോ? വരുമോ? മെടുക്കൻ വക്കീലിന് ഒടുക്കം പറ്റിയ കുടുക്ക് അഥവാ മധുര സ്വപ്നങ്ങൾ നിറഞ്ഞ മണിയറ കാവ്യം. പഞ്ചാംഗം പഞ്ചാംഗം പഞ്ചാംഗം. മോളി കൊലക്കേസ്, ഇരുട്ടറയിലെ കൊലപാതകം, യേശുദാസിന്റെ 101 ചലച്ചിത്ര ഗാനങ്ങൾ, രാജകുമാരന്റെ അധപ്പതനം. കൊച്ചു പുസ്തകം ഉണ്ടോ? കൊച്ചു പുസ്തകം ഉണ്ടോന്ന്? എന്തിനാ അമ്മാവ ഈ ഇളം പ്രായത്തിൽ ഇതൊക്കെ വായിക്കുന്നത്? എഞ്ചുപടി കയറട്ടെ? കൊണ്ടുപോ നിന്റെ എഞ്ചുപടി. ആഹാ. ബഹുജിരി ബഹുജിരി പലവിധം, ബഹുജിരി പലവിധം, ബഹുജിരി പലവിധം, ബഹു. എടേ നീ എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോടെ. നീ ഒരുത്തൻ കാരണമാണ് ഞാൻ വഴിയിലിരുന്ന് ഓൾഡ് ആൻഡ് ന്യൂ പുസ്തകങ്ങൾ വിൽക്കേണ്ട ഗതികേടിലായത്. അശ്വതിക്കുട്ടി, അശോകൻ പറഞ്ഞിട്ടാ ഞാൻ ലൈബ്രറി ഉദ്യോഗം രാജിവെച്ചത്. ഇപ്പൊ നാഷണൽ ഹൈവേയിലായി. തന്നോട് ജോലി കിട്ടുന്നതിന് മുമ്പ് ഉള്ള ജോലി രാജിവെക്കാൻ ആരെങ്കിലും പറഞ്ഞു? നീയല്ലേ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞത്. ഏതായാലും ലൈബ്രറിയിലെ ആ ഇരുണ്ട മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് പുറത്ത് കാറ്റും വിളിച്ചോ കൊണ്ട് 4 ആളുകളെയും കണ്ട് വിശാലമായി പുസ്തകം വിൽക്കുന്നതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാനൊരു സ്ഥാപനമായല്ലോ, ബുക്ക് സ്റ്റാൾ മുതലാളി.
അതേടാ മൊയിലാളി, നടു റോഡിൽ പൊതു സ്ഥാപനം. അശ്വതിക്കുട്ടി, ഇവനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കണ്ടില്ലേ എന്റെ ഗതികേട്? എന്റെ വിലാസിനിയും മാധവിക്കുട്ടിയും ഒക്കെ പോയി. അപ്പോഴേ ഞാൻ കൂടെ പോട്ടെ, എനിക്ക് അല്പം തിരക്കുണ്ട്. നിങ്ങളൊക്കെ തിരക്കുണ്ടാവും, ചേട്ടൻ മന്ത്രിയല്ലേ. ഈ രാജ്യത്ത് ജോലി ഇല്ലാത്തവർ ലക്ഷക്കണക്കിനാ, കാര്യസാധ്യത്തിന് വരുന്ന ഒരു ധാരാളം ഉണ്ടാവും. അങ്ങോട്ട് മാറി. ഈ നായ്ക്കളുടെ ലോകം. കാക്കനാടന്റെയാ, വാങ്ങിച്ചു വായിച്ചോ? ഓ, ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ. എന്നാലും ഈ ബാലൻ സാറ് എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? ദാ വരുന്നതാ. ഇതെന്താപ്പ ഇങ്ങനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി തന്നെയാണോ? ഇത് ഭരണി പോലെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ PA. എന്താ വിശേഷിച്ച്? അമ്പടി കള്ളി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാൻ വന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, 2 കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ? ആ, അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല. ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെ അല്ലേ മോളെ പോരണേ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? പോവാം മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. റാസ്കൽ. ഒന്നുമില്ല. എന്റെ അടുത്ത് കളിക്കരുത്, എന്റെ അടുത്ത് കളിക്കരുത്. അയ്യോ അയ്യോ, എന്റെ കർത്താവേ. നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈ കൊണ്ടല്ല, ആ SSLC പിള്ളേരുടെ കൈ കൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ടാ, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ. ചുമ്മാ പറയുന്നു. പണിക്കരേട്ടാ, അവര് നിർദാക്ഷിണ്യം തല്ലിച്ചറച്ചത് ഒരു സഖാവിനെയല്ലേ? അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതേടാ, പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്? ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്നു നിൽക്കട്ടെ. അതൊക്കെ തരാം. അശ്വതി കുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം. അശോകന് ചേർന്ന അശ്വതി കുട്ടി തന്നെ. കൊച്ചന്തോ മര്യാദയ്ക്ക് നടന്നു. ടീച്ചറെ പറയുന്നൊന്നും വിശ്വസിക്കണ്ട, ഞാൻ കൂടെ ഒന്ന് തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന്റെ പരിസരത്തെങ്കിലും പോലെ കോവിലകത്ത് അന്വേഷിച്ചാൽ മതി. ആഹാ, ആ, എനിക്കറിയാം അവിടെ അന്വേഷിക്കേണ്ടതെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ലേ. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വേഗം താ.